നമസ്കാരം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നെങ്കിലും ബി.ജെ.പിയുടെ കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രാധാന്യത്തിന് അല്പം പോലും മങ്ങലേറ്റിട്ടില്ലെന്ന വിലയിരുത്തലിൽ രാഷ്ട്രീയ നിരീക്ഷകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കടുത്ത വിശ്വസ്തനായ പ്രധാന് പാർട്ടിയിലും ഭരണത്തിലും വൈകാതെ തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട ചുമതലകൾ നൽകാനുള്ള സജീവ ആലോചനയിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. കേന്ദ്രമന്ത്രിസഭയിൽ ഭരണ നേതൃത്വത്തിന് ഏറെ പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യത്ത് വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തിയപ്പോഴും പ്രധാനെ സംരക്ഷിക്കാൻ അമിത്ഷാ പരമാവധി ശ്രമിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ പോലും കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും അദ്ദേഹത്തിന്റെ രാജി ഒഴിവാക്കാനായിരുന്നു അമിത്ഷായുടെ നിലപാട്. പ്രക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനായി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ വകുപ്പ് മാറ്റം നടത്തുക എന്ന പോംവഴിയും സർക്കാർ പക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പ്രക്ഷോഭകരുമായുള്ള ചർച്ചകൾ വഴിമുട്ടുകയും സർക്കാരിനും പാർട്ടിക്കും മേൽ സമ്മർദ്ദമുറുകുകയും ചെയ്തതോടെയാണ് രാജി എന്ന തീരുമാനത്തിലേക്ക് ഒടുവിലെത്തിയത്. രാജിവെച്ച് പ്രതിസന്ധി ഒഴിവാക്കുകയാണ് ഉചിതമെന്ന ചിന്ത RSS നേതൃത്വത്തിലും ഭരണ നേതൃത്വത്തിലും പ്രബലമായതോടെയാണ് പ്രധാൻ സ്ഥാനമൊഴിഞ്ഞത്. എന്നാൽ BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സംഘടനാ രംഗത്തും ധർമ്മേന്ദ്ര പ്രധാനുള്ള സ്വാധീനവും സ്ഥാനവും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നേതൃത്വത്തിന് കഴിയില്ല. നിലവിലെ പ്രക്ഷോഭത്തിന്റെ ചൂടും പുകയും അടങ്ങുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് അതിപ്രധാനമായ ചുമതല നൽകാനാണ് മോദിയും അമിത്ഷായും പദ്ധതിയിടുന്നത്. കഴിഞ്ഞ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്ര വിജയം നേടിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പരിഗണിക്കപ്പെട്ടിരുന്ന നേതാക്കളിൽ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഒഡീഷയിൽ നിന്നുള്ള പ്രമുഖ നേതാവായ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായിട്ടുണ്ട്. തന്റെ രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്തിലും ഒഡീഷയിലെ ജനങ്ങൾക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാൻ എടുത്തു പറഞ്ഞിരുന്നു. ഇത് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ഒഡീഷയിൽ പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച നേതാവെന്ന നിലയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. എന്നാൽ ഒഡീഷയിൽ നിലവിൽ മോഹൻ ചരൺ മാജി മുഖ്യമന്ത്രിയായി ഭരണം തുടരുകയാണ്. പെട്ടെന്നൊരു മാറ്റത്തിന് നേതൃത്വം മുതിരുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വരുത്താൻ പ്രകടമായ കാരണങ്ങളൊന്നുമില്ലാത്തതിനാൽ ദേശീയ നേതൃത്വം ആഗ്രഹിച്ചാൽ പോലും മുഖ്യമന്ത്രി മാറ്റം പെട്ടെന്ന് നടപ്പാക്കാവുന്ന ഒന്നല്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറുവശത്ത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻപ് പേര് പറഞ്ഞു കേട്ടിരുന്ന പ്രധാന് കേന്ദ്ര പുനഃസംഘടനയുടെ ഭാഗമായി ജനറൽ സെക്രട്ടറി പോലൊരു പദവി നൽകുന്നതും പൂർണ്ണമായും അഭികാമ്യമായി BJP നേതൃത്വം കരുതുന്നില്ല. ക്യാബിനറ്റ് റാങ്കിലുള്ള മുതിർന്ന നേതാവിനെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയത്തിന് അനുയോജ്യമാകില്ലെന്ന് വിലയിരുത്തലുണ്ട്. ഇതിനെല്ലാം മറികടന്ന് ഒരിടവേളയ്ക്ക് ശേഷം പാർട്ടിയിലോ കേന്ദ്രമന്ത്രിസഭയിലോ വലിയൊരു മാറ്റത്തോടെ ധർമ്മേന്ദ്ര പ്രധാനെ തിരികെ കൊണ്ടുവരിക എന്നതായിരിക്കും പ്രായോഗികമായി കേന്ദ്ര നേതൃത്വം സ്വീകരിക്കാൻ സാധ്യതയുള്ള തന്ത്രം. ഭരണരംഗത്തെയും സംഘടനാ രംഗത്തെയും പ്രധാന കഴിവിനെ പാർട്ടി പുനഃസംഘടനയിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ.